ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 229 സന്ദേശം. നീ ആഗ്രഹിച്ചാൽ പോലും അസ്വസ്ഥത അനുഭവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഞാൻ നിന്റെ ആത്മാവിന് പ്രദാനം ചെയ്യുന്നതാണ്. എൻ്റെ സ്നേഹം നിന്റെ ആത്മാവിൽ ആവസിച്ചിരിക്കുന്നു. നീ അതിൽ സ്ഥിരപ്പെടണം എന്ന് ഞാൻ ആശിക്കുന്നു. നിന്റെ കാതുകൾ എൻ്റെ ഹൃദയത്തിനരികെ കൊണ്ടുവരിക. മറ്റെല്ലാം മറക്കുക. എൻ്റെ വിസ്മയകരമായ കരുണയെപ്പറ്റി മാത്രം ധ്യാനിക്കുക. എൻ്റെ സ്നേഹം ഇക്കാര്യങ്ങളിൽ നിനക്ക് ആവശ്യമായ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഈശോ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ദുഃഖിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എല്ലാറ്റിലും എല്ലാം ദൈവമാണെന്നുള്ള തിരിച്ചറിവാണത്. ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹമാകുന്ന ദൈവം നമ്മളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ആ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നുവെന്നും ഒക്കെ തിരിച്ചറിയുമ്പോൾ, ആ ദൈവം നമ്മുടെ പിതാവാണെന്ന് ഓർമ്മിക്കുമ്പോൾ, ആ പിതാവ് തൻ്റെ പുത്രനിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്, തൻ്റെ സർവസ്വവും നൽകിക്കൊണ്ട് നമ്മളോട് പ്രകടമാക്കിയെന്നറിയുമ്പോഴും നമുക്ക് അപാരമായൊരു സ്വാതന്ത്ര്യം കൈവരികയാണ്. നമ്മൾ മാനുഷികതയിൽ നിന്നും നമ്മൾ നശ്വരതയിൽ നിന്നും ഉയരുകയാണ്. നമ്മുടെ സഹനങ്ങൾക്കെല്ലാം പിന്നീട് നമ്മളിൽ സ്വാധീനമില്ലാതാവുകയാണ്. ഈ സഹനത്തിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനന്തമായ സ്നേഹത്തെ പ്രതിയും അനന്തമായ ദാനത്തെ പ്രതിയും അനന്തമായ പരിശുദ്ധിയെ പ്രതിയും നമ്മൾ ആനന്ദിക്കുകയാണ്. സഹനത്തിനപ്പുറത്തേക്ക് ആനന്ദിക്കുന്ന അവസ്ഥ. സഹനം പോലും ദൈവം നമ്മളെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, വിശുദ്ധീകരിക്കാൻ വേണ്ടി അയക്കുന്ന ചില അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ദുഃഖിക്കാൻ പറ്റാത്ത, നമുക്ക് അസ്വസ്ഥപ്പെടാൻ പറ്റാത്ത ഒരു നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനെയായിരിക്കാം ഈശോ ഇങ്ങനെ പറയുക, ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങൾ ഇന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിന്റെ പദ്ധതിക്കനുസരിച്ച്, നിന്റെ ഹൃദയത്തിനനുസരിച്ച് നിന്റെ തിരുഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.